നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC 2023-24 വർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട സയൻസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏതാണ്? O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ആന്റിബോഡികളായ AB എന്നിവ കാണപ്പെടുന്നു എന്നതാണ്. ആന്റിബോഡികളായ AB എന്നിവ ഏതിൽ കാണപ്പെടുന്നു? O രക്തഗ്രൂപ്പിൽ കാണപ്പെടുന്നു. ആന്റിജൻ കാണപ്പെടുന്നുണ്ടോ? ഇല്ല. ആന്റിജനുകളായ AB എന്നിവ കാണപ്പെടുന്നത് AB രക്തഗ്രൂപ്പിലാണ്. അടുത്ത ചോദ്യം, ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ആര്? സസ്യങ്ങളാണ് ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത്. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? ഫൈലേറിയൽ വിരകളാണ് ഇതിന് കാരണം. അതേത് രോഗമാണ്? മന്താണ്. ബാക്കി പ്രസ്താവനകൾ, ഒരു കരൾ സംബന്ധ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്, ശരിയാണ്. മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു, ശരിയാണ്. രക്തത്തിലെ ബിലിറുബിന്റെ അളവ് കൂടുന്നു, ശരിയാണ്. അടുത്ത ചോദ്യം, DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ജീൻ മാപ്പിംഗ് ആണ്. സ്ഥാനം കണ്ടെത്തുക, മാപ്പിംഗ്, ജീൻ മാപ്പിംഗ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗമല്ലാത്തത് ഏതാണ്? തൊണ്ടമുള്ളാണ്. തൊണ്ടമുള്ള്. ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം, പ്രമേഹം മുതലായവയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാ? ജനിതക പശ ലിഗേസ് ആണ്, ലിഗേസ്. അപ്പോൾ ജനിതക കത്രിക എന്നറിയപ്പെടുന്നതോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ്, ഓപ്ഷൻ എ. അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? അൾട്രാവയലറ്റ് രശ്മികൾ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. ജലം ശുദ്ധീകരിക്കാനും ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനും ഒക്കെ അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിക്കുന്നുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസ് 2024 വേണ്ടി പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് എടുക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നൊരു ബാച്ച് കോഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ കോഴ്സിലാണ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ഫുൾ, അതായത് 2024 നടക്കാനിരിക്കുന്ന ഡിസംബർ മാസം നടക്കാനിരിക്കുന്ന പ്രിലിംസും 2025 നടക്കാനിരിക്കുന്ന മെയിൻസും കൂടി ഉൾപ്പെടെ നിങ്ങൾ ആ ഒരു ബാച്ച് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ തന്നെ ബാക്കി പോസ്റ്റുകളെല്ലാം കവറായി പോകും. സ്റ്റോർ കീപ്പർ, അതുപോലെ പിയൂൺ മുതലായ പോസ്റ്റുകളെല്ലാം അതിനകത്ത് തന്നെ കവറായി പോകും. ഇനി 2025 പ്രിലിംസിന് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് 10th പ്രിലിംസ് 2025 എന്ന പേരിൽ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ട് ഇപ്പോഴേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാച്ച് കോഴ്സിനും നിങ്ങൾക്ക് പ്രിലിംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്. പ്രിലിംസിന് സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ട്. പ്രിലിംസിന് പഠിക്കേണ്ട പോർഷൻസ് എല്ലാം ആ ഫോൾഡറിനകത്ത് നോക്കി പഠിച്ചാൽ മതി. വിത്ത് സ്റ്റഡി പ്ലാൻ ആണ്. പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡർ ഉണ്ട്. അതിന് ഇതുപോലെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ, Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് വീക്ക്ലി സ്റ്റഡി പ്ലാനും വീക്ക്ലി എക്സാംസും കൂടി ഫുൾ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം തന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ്, എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ഷുവർ ഷോട്ട് ആൻഡ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരു സുവർണ അവസരമാണ്. ഇപ്പോഴാകുമ്പോൾ ഫീസിന് 1 ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം. ഡിസംബർ മാസം പ്രിലിംസ് വരാനിരിക്കുകയാണ്. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി.
രണ്ടിനുള്ള ക്ലാസ് അതിനകത്ത് കിട്ടുന്നതായിരിക്കുമേ. ഓക്കെ, അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകളെല്ലാം വരുന്നത്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന LDCയുടെയും ഫുൾ റിലേറ്റഡ് ഫാക്ട്സ്, ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് പാലക്കാട് ആലപ്പുഴ വരെയുള്ള ഫുൾ 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പ്രയോജനപ്പെടുത്താവുന്നതാണ്. LDCയുടെ ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യം, ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം. വക്രത ആരവും ഫോക്കസ് ദൂരവും തമ്മിലുള്ള റിലേഷൻ R = 2F. അപ്പോൾ ഫോക്കസ് ദൂരം 20 ആണെങ്കിൽ 2 × 20 40 സെന്റിമീറ്റർ ആണ് ഉത്തരം. 40 സെന്റിമീറ്റർ. 10 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു 5 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം മൊമെന്റം = m × v. 10 ആണ് മാസ്, വെലോസിറ്റി 5, ദാറ്റ് ഈസ് 50 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഡി. ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV D2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ഏതാണ്? ആസാദിസാറ്റ് 2 ആണ്. ആസാദിസാറ്റ് 2. W ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? W എന്നത് ടങ്സ്റ്റന്റെ പ്രതീകമാണ്. ടങ്സ്റ്റന്റെ ലാറ്റിൻ നെയിം വുൾഫ്രം എന്നതിന്റെ W ആണ് അതിന് സിംബലായിട്ട് നൽകിയിരിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം ഏത്? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് ഏതാണ്? കാഡ്മിയം ആണ്. കാഡ്മിയം. സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് ഏതൊക്കെയാ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയാണ് കപട സംക്രമണ മൂലകങ്ങൾ അഥവാ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. അടുത്ത ചോദ്യം, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? പ്ലൂട്ടോണിയം. പ്ലൂട്ടോണിയം ആണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. അറ്റോമിക സംഖ്യ 11 ആയ മൂലകത്തിന്റെ L ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 8 ഇലക്ട്രോൺ. എങ്ങനെ എഴുതുന്നത്? KLMN 2 8 1. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ K ഷെല്ലിൽ കപ്പാസിറ്റി 2 ആണ്, അത് ഫില്ലായി. L ഷെല്ലിന്റെ കപ്പാസിറ്റി 8 ആണ്, അത് ഫില്ലായി. അപ്പൊ ടോട്ടൽ 10 ആയി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഏത് ഷെല്ലിൽ കൊണ്ടുവന്ന് വെക്കും? M ഷെല്ലിൽ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, അപ്പോൾ ഈ KLMN കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2n². ഈ n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ Kയുടെ കപ്പാസിറ്റി കിട്ടും, n-ന് 2 കൊടുത്താൽ L-ൻ്റെത് കിട്ടും, പിന്നെ n-ന് 3 കൊടുത്താൽ M-ൻ്റെത് കിട്ടും, n-ന് 4 കൊടുത്താൽ N-ൻ്റെത് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ 2 8 18 32 എന്നതാണ് കപ്പാസിറ്റി വരുന്നത്. അപ്പൊ L ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണുള്ളത്? 8 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K ആണ്. ജീവകം K. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം ഏതാണ്? അസ്ഥിരോഗം ഓസ്റ്റിയോപോറോസിസ് ആണ്. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. നട്ടലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി ഏത്? കീലസന്ധിയാണ്. കീലസന്ധിയാണ് നട്ടലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി. ചിക്കുൻഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ആൽഫ വൈറസ് ആണ് ചിക്കുൻഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു, ആൽഫ വൈറസ്. വംശനാശം സംഭവിച്ച ഹോമിനിഡുകളുടെയും മനുഷ്യപരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? സാൻഡേ പാബോ. ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നു. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമായിരുന്നു ഇത്.
സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി ഏതാ? വിവാ കേരളമാണ്. വിവാ കേരളം. ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഘർഷണബലം, നെഗറ്റീവ് ജോലി, നെഗറ്റീവ് വർക്കാണ് ചെയ്യുന്നത്. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗമാണ് എസ്കേപ്പ് വെലോസിറ്റി, താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൂമിയുടെ മാസം ഭൂമിയുടെ ആരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പലായന പ്രവേഗം ഭൂമിയുടെ മാസം ഭൂമിയുടെ ആരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസ് വായുവിൽ 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരം ഉണ്ടാകും? 80 സെന്റിമീറ്റർ ആണ്. 80 സെന്റിമീറ്റർ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ഇൻ എയർ, അതല്ലേ ആദ്യം തന്നിരിക്കുന്നത്. ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ഇൻ എയർ എത്രയാണ് തന്നിരിക്കുന്നത്? 20 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ 1/FA, അതായത് ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ഇൻ എയർ ഈസ് ഈക്വൽ ടു μ1/μA -1 ഇൻറ്റു 1/R1 - 1/R2 എന്ന ഇക്വേഷൻ ആണ് എടുക്കാനുള്ളത്. അതിൽ μ1 എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ്. μA റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ. FA ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ഇൻ എയർ. ഇനി ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് വെൻ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ, അതായത് ജലത്തിൽ എത്രയും നല്ല ചോദിച്ചേക്കുന്നത്. അപ്പോൾ ജലത്തിലാണെങ്കിൽ 1/FW, അതായത് FW എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ഇൻ വാട്ടർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു μ1 ഡിവൈഡഡ് ബൈ μW എടുക്കണം. μAക്ക് വരെ എന്തെടുക്കണം? μW. μW എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ആണ്. -1 ഇൻറ്റു 1/R1 - 1/R2. 2 ഇക്വേഷൻ കിട്ടിയില്ലേ? ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് ചെയ്തേ. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും FW/FA ഈസ് ഈക്വൽ ടു ഈ R1 1/R1 - 1/R2 രണ്ടിടത്തുള്ളതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു μ1/μW -1 μ1/μA -1 ഡിവൈഡഡ് ബൈ μ1/μW -1 എന്ന് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. FW നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അതായത് ഫോക്കസ് ദൂരം, അത് അതുപോലെ ഇടാം. FA എത്രയെന്ന് തന്നിട്ടുണ്ട്? 20 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 20 ഇസ് ഈക്വൽ ടു μ1 എത്രയാ? 3/2 -1 ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഉണ്ട് μA, അത് 1 ആണ്. അപ്പൊ 3/2 - 1 എന്ന് തന്നെ വരും. ഇനി μ1 3/2 ആണ്. 3/2 ഡിവൈഡഡ് ബൈ μW എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എത്ര തന്നേക്കുന്നത്? 4/2 ആണ്. 4/3 -1 എന്ന് വരും. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 8/2 എന്ന് വരും. 8/2. ഓക്കെ, അപ്പോൾ FW/20 ഈസ് ഈക്വൽ ടു 8/2 എന്ന് വരും. ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 4. അപ്പോൾ FW ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 4, ദാറ്റ് ഈസ് 80 സെന്റിമീറ്റർ എന്ന് വരും. 80 സെന്റിമീറ്റർ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. 2022 നവംബറിൽ EOS 06 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? PSLV റോക്കറ്റ് PSLV C-54 എന്ന റോക്കറ്റാണ്. C-54. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് ഏത്? ലൂയിസ് ആസിഡ് ഏതാണ്? AlCl3. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് ഏത്? കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു എന്ത് ലായനി ആയതുകൊണ്ടാണ്? ബഫർ ലായനി ആയതുകൊണ്ടാണ്. ബഫർ ലായനി. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലനഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏത്? ഭാവിയിലേക്കുള്ള ഇന്ധനം ഏതാണ് എന്നാണ് ചോദിച്ചത്. ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
അപ്പൊ നമ്മുടെ ഹർഷിത മേജൂടെക് ആപ്പിൽ കോഴ്സുകൾ പോകുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഉറപ്പായിട്ടും കയറി ചെക്ക് ചെയ്തോളാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.